ഈജിപ്തിലുണ്ടായ വാഹനാപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകാനായി മുഹമ്മദ് അബ്ബാസ് ആണ് ചേരുന്നത്. അബ്ബാസ്, 3 ഖത്തറി ഉദ്യോഗസ്ഥരാണ് ആ അപകടത്തിൽ മരിച്ചത്. അമീരി ദിവാനിലെ ജീവനക്കാരാണ് മരിച്ചത്. എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗസയിലെ സമാധാന ചർച്ചകൾക്കായി, അതുപോലെ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഷർമു ഷെയ്ഖിലെത്തിയ നയതന്ത്ര പ്രതിനിധികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരാണ് ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. അവർ ഖത്തരി അമീരി ദിവാനിലെ 3 ഉദ്യോഗസ്ഥരാണ്. നേരത്തെ ഇവർ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്, ഈ അപകടത്തിൽ മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയുണ്ടായി. അമീരി ദിവാനിലെ ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. ഷർമ ഷെയ്ഖിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെ തീരദേശ പാതയിലുണ്ടായ ഒരു അപകടത്തിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഖത്തർ അമീരി ദിവാനിലെ സൗദ് ബിൻ താമർ അൽ ഥാനി, അബ്ദുള്ള ഗാനിം അൽ ഖയാറിൻ, ഹസൻ ജാബർ അൽ ജാബർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ദുള്ള ഈസ അൽ കുവാരി, അഹമ്മദ് അബ്ദുൽ അസീസ് അൽ ബഅനൈൻ എന്നീ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഇന്നു തന്നെ ഇവിടെ നിന്ന് കെയ്റോയിൽ നിന്ന് വിമാനമാർഗം പ്രത്യേക വിമാനത്തിൽ ദോഹയിൽ എത്തിക്കുകയുണ്ടായി. ഈ അപകടത്തിന് പിന്നാലെ ഖത്തറിന് അനുശോചനം അറിയിച്ച് സൗദി, അതുപോലെ ജോർദാനും ഒക്കെ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിലാണ് 3 ഖത്തരി ഉദ്യോഗസ്ഥർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈജിപ്തിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് 3 ഖത്തറി ഉദ്യോഗസ്ഥർ മരണപ്പെട്ടത്. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.